രാത്രി വെറുതെ നെയ്ച്ചോറും പീസ് നിന്നാൻ പുതിയത്. അപ്പൊ പിന്നെ നേരോട്ട് കെട്ടുങ്ങളെ തട്ടുകടയാണ്, വൈകുന്നേരം ഈവനിങ് കഫേയാണ്. ഇപ്പൊ ചെന്നാലും അവിടെ ചായക്കുള്ള കടി ഉണ്ടാവും, കാരണം അവിടെ സ്പോട്ടിൽ ഉണ്ടാക്കുകയാണ്. നമ്മൾ പോയപ്പോ നെയ്ച്ചോറും പീസ് നിന്നാണ് നമുക്ക് പുതിയത്. അങ്ങനെ പിന്നെ നമ്മൾ നെയ്ച്ചോറും പീസാണ് പറഞ്ഞു ഒരു 10 മിനിറ്റ് കാത്തുക്കണം. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കാത്തുന്നു. രാത്രിക്കത്തെ മെയിൻ ഫുഡ് അവിടെ ഇറച്ചിമ്പോളി നെയ്ച്ചോറും പീസാണ്. ഇതാണ് ഇറച്ചിമ്പോളിന്റെ മെയിൻ. മൂപ്പര കൈപ്പുണ്യാണ് അവിടുത്തെ ഇറച്ചിമ്പോളിന്റെ രസം. ഫുഡിന്റെ മണം വരുമ്പോൾ തന്നെ നാമെന്ന് വെള്ളം പൊടി അജാതി ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. നെയ്ച്ചോറിനപ്പോ ഒരു ചായ ഫ്രീ, ചായ അല്ല കട്ടൻ ചായ. ഐശ്വര്യമായിട്ട് നമ്മൾ തീറ്റ തുടങ്ങി. ബീഫിന്റെ ടേസ്റ്റ് ഉണ്ട്. അത്രയും നേരം വർത്താനം പറഞ്ഞു എളാപ്പേക്കണം ഉണ്ടാകും. എളാപ്പ ഗൾഫുകാരനായതുകൊണ്ട് നമ്മൾ പിന്നെ കൈയിട്ട് വരാൻ പോയില്ല. മൂപ്പര് എന്നിട്ട് നമ്മൾ കയ്യൊക്കെ പോയ നേരം കൊണ്ട് മൂപ്പര് തീറ്റ. പിന്നെ മൂപ്പര് തലോന്നിച്ചില്ല. എത്ര പറഞ്ഞോ തലോന്നിച്ചാൽ അത് ഫുള്ള് തിന്നാണ്. ഇങ്ങനെയുണ്ട് സിയാബാക്ക് അണ്ണാക്കിലൊക്കെ ചോറ് നിറച്ചാണ് ടേസ്റ്റ് കൊണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പുടുത്തേനു അയിമ കിട്ടുന്ന ടേസ്റ്റ് വേറെ തന്നെയാണ്. തീറ്റ ഫസ്റ്റ് തുടങ്ങിയ എളാപ്പാണെങ്കിലും ഫസ്റ്റ് നമ്മളാണ് കഴിഞ്ഞത്. ജാതി പൈപ്പേനും ആ നേരത്തെ. പിന്നെ ഫുഡിന്റെ ടേസ്റ്റും നമ്മൾ ഒന്നാമത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തൊട്ട് റൈസും കൊണ്ടുവന്നു. രണ്ടാമത്തെ നമുക്ക് റൈസും കൊണ്ടുവന്നിട്ട് മലയാളി ആൾക്കാരെ സൽക്കരിച്ചാൽ വേണ്ടി നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റും തിന്നു തീർത്തു. അതൊന്നും നമ്മൾ പറഞ്ഞു അറിയിച്ചല്ല. അതിന് തിരിഞ്ഞു നോക്കുമ്പോണ്ടാണ് അപ്പൊ 2-3 പോത്തി പാർസലും വാങ്ങി. അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ പെരി കിട്ടും. ആയിക്കോട്ടെ.